തന്റെ പണി കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ താൻ ഇത്രയും കാലം ഇവിടെ പിടിച്ചു നിന്നല്ലോ, അതാണ് എനിക്ക് അത്ഭുതം. ബ്രൈറ്റ കടലാസ് മേശപ്പുറത്തു കൂടി അദ്ദേഹത്തിന് നേരെ നീക്കി വെച്ചുകൊണ്ട് പരിഹാസത്തോടെ ചിരിച്ചു. കൂടെ ഉണ്ടായിരുന്ന ചില ചെറുപ്പക്കാരും അത് കേട്ട് ചിരിച്ചു. എന്നാൽ വാൾട്ടർ മാത്രം ചിരിച്ചില്ല. അദ്ദേഹം ആ കടലാസ് മടക്കി പോക്കറ്റിൽ വെച്ചിട്ട് ജാക്കറ്റും എടുത്ത് ഒന്നും പറയാതെ പുറത്തേക്ക് നടന്നു. നീണ്ട 19 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ സേവനത്തിന് സ്ഥാപനം നൽകിയ വിലയായിരുന്നു അത്. തന്റെ 48-ാം വയസ്സ് മുതൽ ഫ്രാങ്ക്ലിൻ കൗണ്ടിക്ക് വേണ്ടി മഞ്ഞുമാറ്റുന്ന വണ്ടി ഓടിക്കുന്ന ആളായിരുന്നു വാൾട്ടർ ഗ്രീർ. മറ്റാനുകൂല്യങ്ങളോ പദവികളോ ഒന്നും തന്നെ അയാൾക്കുണ്ടായിരുന്നില്ല. വെറുമൊരു കരാറും എല്ലാ രാത്രിയിലും കൃത്യമായി ജോലിക്ക് ഹാജരാകുമെന്ന് അദ്ദേഹം സ്വന്തം മനസ്സിനോട് കൊടുത്ത പ്രതിജ്ഞ മാത്രമായിരുന്നു അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചിരുന്നത്. തന്റെ പിതാവ് സ്വന്തം കൈകൾ കൊണ്ട് പണിതുയർത്തിയ ഒരു ചെറിയ വീട്ടിലായിരുന്നു അദ്ദേഹം തനിച്ച് താമസിച്ചിരുന്നത്. ഒക്ടോബർ മാസം മുതൽ ആ വീടിന്റെ മേൽക്കൂര ചോർന്നൊലിക്കുകയായിരുന്നു. തന്റെ കൈവശമുള്ള തുച്ഛമായ സമ്പാദ്യം കൊണ്ട് അദ്ദേഹം 2 തവണ റിപ്പയർ ചെയ്തു. ആ വീടിന്റെ ഉമ്മറത്ത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ ഒരു പഴയ റാന്തൽ തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. എല്ലാ രാത്രിയിലും ജോലിക്കിറങ്ങുന്നതിന് മുമ്പ് വാൾട്ടർ അത് തെളിയിക്കും. അദ്ദേഹത്തിന്റെ അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, വെളിച്ചമെന്നാൽ ഈ ഇരുട്ടിലും പുറത്താരോ ഉണർന്നിരിപ്പുണ്ട് എന്നാണ് അർത്ഥം. ആ വെളിച്ചം നിങ്ങളോട് പറയുന്നത് നിങ്ങൾ തനിച്ചല്ല എന്നാണ്. ജോലി നഷ്ടപ്പെട്ടതിന് ശേഷമുള്ള ആഴ്ചയിൽ വാൾട്ടർ തന്റെ മകനെ വിളിച്ചു. കൂടുതലൊന്നും അദ്ദേഹം സംസാരിച്ചില്ല. ഒരു പക്ഷേ എനിക്ക് ഈ വീട് ഉപേക്ഷിക്കേണ്ടി വരും, അദ്ദേഹം പറഞ്ഞു. പിന്നീട് ആ തണുപ്പിൽ ഉമ്മറത്തിരുന്ന് വളരെ നേരം ആ റാന്തലിലേക്ക് മാത്രം നോക്കിയിരുന്നു. മറക്കാനാവാത്ത ആ രാത്രി. 2 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ വീടിന് മുന്നിൽ ഒരു കറുത്ത സെഡാൻ കാർ വന്നു നിന്നു. ശാന്തപ്രകൃതമുള്ള ഒരു സ്ത്രീ സീല് ചെയ്ത കവറുമായി കാറിൽ നിന്ന് പുറത്തിറങ്ങി. ഒഹായോ ഗതാഗത വകുപ്പിന്റെ സീനിയർ ഡയറക്ടറായ കരോളിൻ ബ്രിക്സ് ആണ് താനെന്ന് സ്വയം അവർ പരിചയപ്പെടുത്തി. വാൾട്ടറിന് അവരെ മനസ്സിലായില്ല. 2009 ക്രിസ്മസ് രാത്രി ഓർമ്മയുണ്ടോ, റൂട്ട് 35 ഓർമ്മയുണ്ടോ എന്നവർ ചോദിച്ചു. ആ നിമിഷം അദ്ദേഹം പൂർണ്ണമായും നിശ്ചലനായി. അദ്ദേഹത്തിന് എല്ലാം ഓർമ്മയുണ്ടായിരുന്നു.